Good morning, children. In our previous class, we learned that the equation of work done, W is equal to Fs. If a force of F Newton is applied continuously on a body and the body undergoes a displacement of S meter in the direction of the force, then the work done by the applied forces W is equal to Fs. എഫ് ന്യൂട്ടൺ ഫോഴ്സ് ഒരു ഒബ്ജക്റ്റിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് എസ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും. ഇൻ വിച്ച് ഡയറക്ഷൻ? ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്, ഫോഴ്സിൻ്റെ അതേ ഡയറക്ഷനിൽ ഒരു ഒബ്ജക്റ്റിന് എന്ത് ചെയ്യും? എസ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷനാണ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു എഫ് എസ്. എഫ് ഇസ് ദ ഫോഴ്സ് അപ്ലൈഡ് ഓൺ ദാറ്റ് ബോഡി. എസ് ഇസ് ദ ഡിസ്പ്ലേസ്മെന്റ് undergo by the body. And also we learned the unit of work is joule. Okay, now we can discuss a problem using this equation. The problem is a force of 10 Newton is applied continuously on a body. If the body undergoes a displacement of 2 meter, find out the magnitude of the work done by the force. നമുക്ക് തന്നിട്ടുള്ള ഡാറ്റാസ് എന്തൊക്കെയാണ്? ഫോഴ്സ് തന്നിട്ടുണ്ട് അല്ലേ? F is equal to 10 Newton. Also the displacement is 2 meter. We know the equation is W is equal to F into S. That's equal to 10 into 2 equals 20 Newton meter. We got the unit of work as Newton meter here. This is called joule. അപ്പോൾ വർക്കിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ ആണ്. അതിന് നമ്മൾ എന്താണ് പറയുന്നത്? ജൂൾ എന്നും പറയും. ഓക്കെ, 1000 ജൂൾ ഈക്വൽസ് 1 കിലോ ജൂൾ. 1000 ജൂള് എന്തിന് ഈക്വൽ ആണ്? 1 കിലോ ജൂളിന് ഈക്വൽ ആണ്. അപ്പം ആ രീതിയിലുള്ള പ്രോബ്ലംസ് ആണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അല്ലേ? ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും തന്നു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. നെക്സ്റ്റ് വി കൺസിഡർ എ സിറ്റുവേഷൻ. എ ബോഡി ഓഫ് മാസ് m kg ഈസ് പ്ലേസ്ഡ് ഓൺ എ ടേബിൾ. ദെൻ വാട്ട് ആർ ദ ഫോഴ്സസ് എക്സ്പീരിയൻസ്ഡ് ബൈ ദിസ് ബോഡി? ഒരു mkg മാസുള്ള ഒബ്ജക്റ്റ് നമ്മൾ ടേബിളിൻ്റെ മുകളിൽ വയ്ക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സസ് ഏതൊക്കെയായിരിക്കും? ഫസ്റ്റ് ഇസ് വെയ്റ്റ് ഓഫ് ദ ബോഡി അപ്ലൈസ് ഡൗൺവേർഡ്സ്. ബോഡിയുടെ വെയ്റ്റ് എന്താണ്? ഡൗൺവേർഡ്സിലേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യും അല്ലേ? ആൻഡ് ഓൾസോ ദ ടേബിൾ അപ്ലൈസ് ആൻ ഈക്വൽ ഫോഴ്സ് അപ്വേർഡ്സ്. ടേബിൾ എന്ത് ചെയ്യും? ഒരു ഈക്വൽ അപ്വേർഡ് ഫോഴ്സും കൂടെ ആ ബോഡിയിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പം there is 2 forces experienced by this body. First is weight of the body applies downwards and the table applies an equal force upwards. What are the directions of these forces? Forces acting on both direction, right? Upward direction and downward direction. രണ്ട് ഡയറക്ഷനിലും എന്താണ്? ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്വേർഡ് ഡയറക്ഷനിലും ആക്ട് ചെയ്യുന്നുണ്ട്, ഡൗൺവേർഡ് ഡയറക്ഷനിലും ആക്ട് ചെയ്യുന്നുണ്ട്. ഡൗൺവേർഡ് ഡയറക്ഷനിൽ എന്താണ്? വെയിറ്റ് ആയിട്ട് ആ ബോഡി ആക്ട് ചെയ്യുന്ന ബോഡി ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, അത് ഡൗൺവേർഡ് ഡയറക്ഷനിലാണ്. ടേബിൾ ആ ബോഡിയിലേക്ക് ആക്ട് ചെയ്യുന്നത് അപ്വേർഡ് ഡയറക്ഷനിലുള്ള ഒരു ഫോഴ്സുമാണ്. We know that the magnitude of the force to be applied against the gravitational pull is F is equal to mg. ഗ്രാവിറ്റേഷണൽ പുള്ളിന് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഫോഴ്സിനുള്ള ഇക്വേഷനാണ് എന്ത്? എഫ് ഇസ് ഈക്വൽ ടു എം ജി. എം ഇസ് ദ മാസ് ഓഫ് ദ ബോഡി ആൻഡ് ജി ഇസ് ദ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇഫ് ഇറ്റ് ഈസ് റേസ് ടു എച്ച് മീറ്റർ, വാട്ട് വുഡ് ബി ദ ഡിസ്പ്ലേസ്മെൻറ്റ്? നമ്മൾ എച്ച് മീറ്റർ റേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? എച്ച് മീറ്റർ ആയിരിക്കും അല്ലേ? Then the work done by the force applied against gravitational force. അപ്പോൾ അവിടെ ഒരു വർക്ക് ഡൺ ഉണ്ടാവുന്നുണ്ട്. ആ വർക്ക് ഡൺ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? വർക്ക് ഡൺ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. W is equal to F into S. അത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ? ഗ്രാവിറ്റേഷണൽ പുള്ളിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ എഫിന് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? mg സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അവിടെ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? h മീറ്റർ ആണ്. So we can derive an equation for work done by the force applied against gravitational force. W is equal to mgh. Here m is the mass of the body,
G is the acceleration due to gravity and H is the displacement. When a body is raised to a height h, the work done against the gravitational force would be W is equal to mgh. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് എഗ്നെസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്ത വർക്ക് ഡൺ, ഒരു ബോഡിയെ നമ്മൾ എച്ച് ഹൈറ്റിൽ റേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് എഗ്നെസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്ത വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ W is equal to mgh എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. Then we have a problem. A book of mass m gram is raised to the top of a table of height 1 meter. Find the magnitude of the work done by the applied force against the gravitational force. G is equal to 10 meter per second square. ഇവിടെ നമുക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്? എം അറിയാം, ബുക്കിൻ്റെ മാസ് ദാറ്റ് ഇസ് 100 grams. അതിന് നമ്മൾ എന്ത് ചെയ്യണം? കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യണം. ദാറ്റ് ഇസ് 0.1 kilogram. G പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് 10 meter per second square. 9.8 ആണ് നമുക്കറിയാം അല്ലേ, പക്ഷെ അതൊന്ന് റൗണ്ട് ഫിഗർ ആക്കിയിട്ടാണ് 10 meter per second square എന്ന് തന്നിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് പ്രത്യേകിച്ച് ഇങ്ങനെ 10 meter per second square എന്നൊന്നും തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ 9.8 തന്നെ ഇട്ട് ചെയ്യണം. ഫൈനൽ ആൻസറിൽ ഒരല്പം വ്യത്യാസം വന്നാലും കുഴപ്പം വരില്ല. നിങ്ങളുടെ സ്റ്റെപ്സ് ഒക്കെ കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, ദെൻ ഹൈറ്റ് എത്ര ഹൈറ്റിൽ റേസ് ചെയ്തു എന്നാണ് പറയുന്നത്? 1 meter ഹൈറ്റിൽ റേസ് ചെയ്തു എന്നാണ് പറയുന്നത്. സോ H is equal to 1 meter. So our equation is W is equal to mgh. We can substitute the values. That's equal to 0.1 into 10 into 1 equals 1 joule. അപ്പം 100 gram ഉള്ള ഒരു ബുക്ക് 1 meter ഹൈറ്റിലേക്ക് നമ്മളൊരു ടേബിളിൽ നിന്ന് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് എഗ്നെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്ത വർക്ക് ഡൺ ആണ് എത്ര? 1 joule എന്ന് പറയുന്നത്. 1 joule is the amount of work done to raise a body of mass 100 gram to a height of 1 meter. 1 meter ഹൈറ്റിലേക്ക് 100 gram മാസുള്ള ഒരു ബോഡിയെ നമ്മൾ റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത എമൗണ്ട് ഓഫ് വർക്കാണ് എത്ര? 1 joule. Then we have another question. If a force of 50 Newton is applied continuously on a body and if it undergoes a displacement of 2 meter in the direction of force, calculate the amount of work done. This question is from your textbook. Here we know that the force is F is equal to 50 Newton and the displacement is 2 meter. നമുക്ക് സിമ്പിളായിട്ട് വർക്ക് ഡൺ കണ്ടുപിടിക്കാം. W is equal to Fs, that's equal to 50 into 2 equals 100 joule എന്ന് നമുക്ക് ആൻസർ കിട്ടും. This question is from your textbook. Then we have another problem. You have to solve the next problem and write down in your notebook. Let a body of mass m be pulled by a force F. If the body undergoes a displacement s in the direction of the force, then the work done by the force F is equal to Wf is equal to Fs, right? നമ്മൾ m മാസുള്ള ഒരു ബോഡിയെ F ഫോഴ്സ് ഉപയോഗിച്ച് പുള്ള് ചെയ്യാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ബോഡിക്കൊരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുമല്ലോ, അത് S ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വർക്ക് ഡൺ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാം. Wf is equal to F into S. F is the force applied on the body and S is the displacement of the body. Here the displacement produced is in the direction of the force itself. ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുന്നത് ഫോഴ്സ് അപ്ലൈ ചെയ്ത് അതേ ഡയറക്ഷനിൽ തന്നെയാണ് അല്ലേ. ദെൻ വെദർ ദിസ് വർക്ക് ഈസ് നെഗറ്റീവ് ഓർ പോസിറ്റീവ്, ഈ വർക്ക് നെഗറ്റീവ് ആയിരിക്കോ പോസിറ്റീവ് ആയിരിക്കോ? ഒബ്വിയസ്ലി ഇറ്റ്സ് പോസിറ്റീവ് ബിക്കോസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് പ്രൊഡ്യൂസ്ഡ് ഈസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ ഫോഴ്സ് ഇറ്റ് സെൽഫ്. ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായത് എങ്ങനെയാണ്? ഫോഴ്സിൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ വർക്ക് എന്താണ്? പോസിറ്റീവ് വർക്കാണ് അല്ലേ.
ആ ഇമേജ് നോക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാം അവിടെ 4 ടൈപ്സ് ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട് അല്ലേ? ഏതൊക്കെ ഫോഴ്സുകളാണ്? ഒന്ന് ആ ഫ്ലോറ് ആ ഒബ്ജക്റ്റിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, ദാറ്റ് ഇസ് റെപ്രസെൻറ്റഡ് അറ്റ് Fn. ദെൻ ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ആ ബോഡി എന്താണ്, അല്ലെങ്കിൽ വെയിറ്റ്, ആ മാസ്, അത്രയും മാസുള്ള ആ ബോഡി എർത്തിലേക്ക് ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ്, ദാറ്റ് ഇസ് Fg. ദെൻ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ്, ദാറ്റ് ഇസ് F. പിന്നെയോ നമുക്കറിയാം ഒരു ഒബ്ജക്റ്റ് വേറൊരു ഒബ്ജക്റ്റിൻ്റെ മുകളിൽ കൂടെ സ്ലൈഡ് ചെയ്യുമ്പം ഒരു ഒപ്പോസിങ് ഫോഴ്സ് ഉണ്ടാവും, ദാറ്റ് ഇസ് ഫ്രിക്ഷണൽ ഫോഴ്സ്, ദാറ്റ് ഇസ് റെപ്രസെൻറ്റഡ് ആസ് Fr. Then what will be the work done by the force of friction? Force of frictionൻ്റെ വർക്ക് ഡൗൺ, ആ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ കാരണം ഉണ്ടാകുന്ന വർക്ക് ഡൺ എങ്ങനെയായിരിക്കും? W is equal to or WR is equal to FRS ആയിരിക്കില്ലേ? Since the displacement is opposite to the frictional force. ഇവിടെ എങ്ങനെയാണ്? ഫ്രിക്ഷണൽ ഫോഴ്സിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഡിസ്പ്ലേസ്മെൻറ്റ് നടന്നിരിക്കുന്നത് അല്ലേ? Then is the work done by the frictional force positive or negative? അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് കാരണം അവിടെ ഉണ്ടാകുന്ന വർക്ക് ഡൺ പോസിറ്റീവ് ആയിരിക്കുമോ നെഗറ്റീവ് ആയിരിക്കുമോ? ഡിസ്പ്ലേസ്മെൻറ്റ് നടന്നത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ആയതുകൊണ്ട് തന്നെ ദ വർക്ക് ഡൺ വിൽ ബി നെഗറ്റീവ്. ഫസ്റ്റ് കേസിൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത് അതേ സൈഡിലേക്ക് തന്നെയാണ് അല്ലെങ്കിൽ അതേ ഡയറക്ഷനിൽ തന്നെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായത്. സോ അവിടെ നടന്ന വർക്ക് ഡൺ എന്താണ്? പോസിറ്റീവ് വർക്ക് ഡൺ ആണ്. ഇവിടെ ഫ്രിക്ഷൻ കാരണം ഉണ്ടാകുന്ന വർക്ക് ഡണ്ണിൽ ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിച്ചത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, അതായത് ഫോഴ്സിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വർക്ക് ഡൺ സംഭവിച്ചത്. സോ ദ വർക്ക് ഡൺ ഈസ് നെഗറ്റീവ്. ഇൻ വിച്ച് ഡയറക്ഷൻ ഡസ് ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ആക്ട് ഓൺ ദ ബോഡി? ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ആ ബോഡിയിൽ ഏത് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്തത്? ഡയറക്ഷൻ ഓഫ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വിൽ ബി ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ. ഡൗൺവേർഡ് ഡയറക്ഷനിലാണ് അല്ലേ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്തത്, അതിൽ ഡൗട്ടൊന്നുമില്ലല്ലോ. Then, is there a displacement for the body in the direction of the gravitational force? Gravitational force in ആ ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്തെങ്കിലും ഉണ്ടാവുന്നുണ്ടോ? No. There is no displacement occurs in the direction of gravitational force. Gravitational force in the directionൽ അവിടെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റും ഉണ്ടാവുന്നില്ല. When a body on a floor is pulled and if it is displaced in the direction of the applied force, the work done by the applied force will be positive and the work done by the frictional force exerted by the floor will be negative. ഇവിടെ നമ്മളൊരു മാസുള്ളൊരു വസ്തുവിനെ നമ്മൾ പുള്ള് ചെയ്യുമ്പോൾ അവിടെ ആ പുള്ള് ചെയ്യുന്ന ഫോഴ്സ് മാത്രമാണ് എന്ത്? പോസിറ്റീവ് വർക്ക് ഡൺ നൽകുന്നത്. അവിടെ ഉണ്ടാവുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് കൊണ്ടുണ്ടാവുന്ന വർക്ക് ഡൺ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിലോ, as the displacement of the body is 0. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഡിസ്പ്ലേസ്മെൻ്റ് ഒന്നും ഉണ്ടാവുന്നില്ല. സോ the displacement of the body is 0. The work done by the gravitational force Fg is, gravitational force നമ്മൾ Fg ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ Wg is equal to 0 because the displacement S is equal to 0. ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ കാര്യത്തിലാവുമ്പം അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുന്നുണ്ട്, പക്ഷേ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അല്ലേ? നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷനിലാണ് ആ ഫോഴ്സിനെ കൺസിഡർ ചെയ്യുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുന്നത് ആ ഫോഴ്സിൻ്റെ ഡയറക്ഷനിൽ തന്നെയാണ്. ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട്, പക്ഷേ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഡയറക്ഷന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുന്നത്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ്. സോ അവിടെ ഉണ്ടാകുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ദെൻ വാട്ട് അബൌട്ട് ദ വർക്ക് ഡൺ ബൈ ദ റിയാക്ഷൻ ഫോഴ്സ് Fn? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ Fn എന്ന് പറയുന്ന റിയാക്ഷൻ ഫോഴ്സിൻ്റെ വർക്ക് ഡൺ എങ്ങനെയായിരിക്കും? അതും 0 തന്നെ ആയിരിക്കും അല്ലേ? കാരണം അവിടെ ഡിസ്പ്ലേസ്മെൻ്റ് ഒന്നും ഉണ്ടാവുന്നില്ല. സോ വി കൺസിഡർ ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ ബോഡി ഈസ് 0. സോ ദ വർക്ക് ഡൺ ബൈ ദ reaction force Wn equals 0. Then we can conclude, when a body on a floor is pulled and if it is displaced in the direction of the applied force, the work done by the applied force will be positive and the work done by the frictional force exerted by the floor will be negative. ഒരു ബോഡിയെ നമ്മൾ ഫ്ലോറിൽ കൂടെ പുള്ള് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
ആ ബോഡിക്ക് എന്താണ്, ഒരു ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടാവും. അത് അപ്ലൈഡ് ഫോഴ്സിൻ്റെ ഡയറക്ഷനിൽ തന്നെയായിരിക്കും ഡിസ്പ്ലേസ് ചെയ്യുക. സോ ദ വർക്ക് ഡൺ ബൈ ദ അപ്ലൈഡ് ഫോഴ്സ് വിൽ ബി പോസിറ്റീവ്. അപ്ലൈഡ് ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. ആൻഡ് ദ വർക്ക് ഡൺ ബൈ ദ ഫ്രിക്ഷണൽ ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്തായിരിക്കും, അവിടെ നെഗറ്റീവ് ആയിരിക്കും. Okay, hope you understand this portion. If you have any doubts in this portion, please contact me. Thank you.